ഹായ് ഡിയേഴ്സ്, ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. സ്പെഷ്യൽ ചിക്കൻ കറി. എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റി കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അപ്പം നമുക്ക് കറി വെച്ചാലോ. അതിലായിട്ട് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അതിൽ കുറച്ച് പാർട്സൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾ കളയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പച്ചമണം പോയതിന് ശേഷം ഈ ചിക്കനിലോട്ട് ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അത് നന്നായിട്ട് ഈ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. ഉള്ളി വാടി വരുമ്പോഴത്തേക്കും പിടിക്കും. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് സവാളയും അതിൽ പച്ചമുളക് ഇട്ടിട്ട് വാട്ടാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ കുരുമുളക്, പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു അത് എടുത്ത് വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട് കേട്ടോ. അതിനിടയിൽ നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ വാടിയതിന് ശേഷം ഈ അരച്ച് വെച്ച മസാല എടുത്ത് നമ്മളിതിലോട്ട് ഒഴിക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല തിരുമ്മി വെച്ചതിനെ എടുത്ത് ഇതിലോട്ടിടുക. നല്ലപോലെ ഇളക്കി ആ മസാലയൊക്കെ ഈ ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കണം കേട്ടോ. നല്ലതായിട്ട് ഇളക്കി. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ലേ. നല്ലതുപോലെ ഇളക്കി വയ്ക്കുക. ഇളക്കി അടച്ച് വയ്ക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ആവശ്യത്തിനുള്ള ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനുള്ള ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊരു അരമണിക്കൂർ വേവാനായിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. എന്നിട്ട് വേവാനായിട്ട് അത് മാറ്റി വയ്ക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കണേ. എന്നിട്ട് മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കണം. അതിനിടയിലൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഗ്രേവി ആയിട്ടുള്ള നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന്